Morning dears, welcome back. In the last class, we studied two lessons. The first one is the life of the grandfather. That's a story. Then the second one is the little boy and the old man, a poem. Now we are going to the last lesson of our first unit. Its name is Making a Mango Pickle. This story is a small part taken from the Bengali literature. Have you heard about the Bengali film Padhar Panchali? Written by Bibhuti Bhushan Bandyopadhyay, directed by Satyajit Ray. ഇത് ഈ ഒരു കഥ ഈ ഒരു സിനിമയിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗം മാത്രമാണ്. Okay, this story tells us the love and the care and the sharing of two children, Abu and Durga. They are brother and sister. They shared everything they have get. അവർക്ക് കിട്ടുന്ന എല്ലാ വസ്തുക്കളും അവർ ഷെയർ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. Are you ready to hear the story? Okay, take your textbook. Good morning dears. Today we are going to learn a new story. Its name is Making a Mango Pickle. This story taken from the novel Song of the Road, written in Bengali by Bibhuti Bhushan Bandyopadhyay. This novel was later adapted into a film. Its name is Padhar Panchali, directed by Satyajit Ray. Okay, I want to ask you some questions. Are you ready to answer it? Okay, do you have a brother or a sister? Yes. Do you share things with them? Okay, let us read the story of a brother and sister who always shared things with each other. നമ്മളൊരു സഹോദരൻ്റെയും ചേച്ചിയുടെയും അനിയൻ്റെയും കഥയാണ് പഠിക്കുന്നത്. അവർ എപ്പോഴും സാധനങ്ങൾ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. അത്തരത്തിലുള്ളൊരു കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. Okay, Making a Mango Pickle. It was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, Appu! She had just made an appearance after having been away from home all morning. എന്താ പറഞ്ഞത്? It was 8 or 9 in the morning. രാവിലെ 8-9 മണിയായിട്ടേ ഉള്ളൂ. Harihar's son was playing by himself in the open veranda of their house. ഹരിഹരൻ്റെ പുത്രൻ. അപ്പോൾ ആരാണ് ഹരിഹരൻ്റെ മകൻ? ആരാണ്? യെസ്, അവർ അപ്പു. അവൻ എന്ത് ചെയ്യണം? അവൻ അവിടെ വരാന്തയിൽ ഇരുന്ന് കളിക്കുകയാണ്. When Durga called out suddenly from behind the jackfruit tree in their courtyard. എപ്പോഴാണ് ദുർഗ അവനെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നുള്ള പ്ലാവിൻ്റെ മറവിൽ നിന്നാണ് ദുർഗ വിളിക്കുന്നത്. അവൾ വിളിക്കുന്ന സമയത്ത് അപ്പു ആ വരാന്തയിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. She had just made an appearance after having been away from home all morning. രാവിലെ പുറത്ത് പോയതിനു ശേഷം ഇപ്പോഴാണ് ദുർഗ മടങ്ങി വരുന്നത്. അവൾ നേരത്തെ രാവിലെ എപ്പോഴോ പുറത്തേക്ക് പോയതാണ്. എന്നിട്ട് അവൾ ഇപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. അപ്പുവിനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൂ അപ്പൂ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. യെസ്, Durga was now about 11. She was thin and darker than Appu. Glass bangles clinging on her arms, a none too clean saree and windswept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone large like her brother's. എന്താ പറയുന്നത്? ദുർഗയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ദുർഗ വാസ് നൗ അബൌട്ട് 11. ദുർഗയ്ക്ക് ഇപ്പോൾ 11 വയസ്സായി. ഷീ വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. തിൻ മീൻസ് മേലിഞ്ഞത്, ആൻഡ് ഡാർക്കർ ബ്ലാക്ക് അല്ലേ, ഡാർക്കർ ദാൻ അപ്പു. ദുർഗ എങ്ങനെയാണ് കാണാൻ? വളരെ മെലിഞ്ഞിട്ടും അപ്പുവിനേക്കാൾ ഇരുണ്ട നിറമുള്ളവളുമാണ്. Then
എന്താ പറയുന്നത്, ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്കിങ് ഓൺ ഹെർ ആംസ്. അവളുടെ ക്ലിങ്കിങ് മീൻസ് എന്താണ്, കിലുങ്ങുന്നു. അവളുടെ കൈകളിൽ നിന്ന് കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാം. എ നൺ ടു ക്ലീൻ സാരി ആൻഡ് വിൻ സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനി വേ. ദാറ്റ് വാസ് ദുർഗ. പിന്നെന്താ പറയുന്നത്, എന്താ പറയുന്നത്, അവൾ എന്താണ്, കയ്യിൽ വളകൾ ഇങ്ങനെ കിലുങ്ങുന്നുണ്ട്. ഒരു ഒഴുക്കൻ, ഒരു വൃത്തിയില്ലാതെ സാരി ഉടുത്തിട്ടുണ്ട്. പാറി പറന്ന് കിടക്കുന്ന, ചീകി വെക്കാത്ത ഒരു വൃത്തിയില്ലാത്ത മുടിയും ഒക്കെയാണ്. അതാണ് നമ്മളുടെ ദുർഗയുടെ രൂപം. ഓക്കെ. ഓൺ ഹെർ ഫെയിൻലി ഷേപ്ഡ് ഫേസ് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. അവളുടെ മനോഹരമായ മുഖത്ത് കണ്ണുകൾ എന്താണ്, അവളുടെ സൗഹൃദത്തിൻ്റേതുപോലെ ഇങ്ങനെ തീവ്രമായി, എന്താണ്, അവളുടെ കണ്ണുകൾ അവളുടെ അനിയനേക്കാൾ ഇങ്ങനെ തീവ്രമായി പ്രകാശിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, അവളുടെ കണ്ണ് വളരെ തീവ്രമായ രീതിയിൽ ഇങ്ങനെ നല്ല തെളിഞ്ഞ പ്രകാശമുള്ള കണ്ണുകളാണ് അവൾക്കുള്ളത് എന്നാണ് പറയുന്നത്. ദെൻ വാട്ട്സ് ഇറ്റ്, അപ്പു ആസ്ക്. അപ്പു ചോദിക്കുകയാണ് എന്താണത്. ജമ്പിങ് ഓഫ് ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കമ്മിങ് അപ് ടു ഹെർ. വരാന്തേൻ്റെ ആ പടിയൊക്കെ ചാടി അവൻ വേഗം അവളുടെ അടുത്തേക്ക്, ദുർഗയുടെ ചേച്ചിയുടെ അടുത്തേക്ക് എത്തി. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹെർ ഹാൻഡ്സ്. അവളുടെ കയ്യിൽ എന്താണ്, കോക്കനട്ട് ഷെൽ, ഹാഫ് കോക്കനട്ട് ഷെൽ, പകുതി ഒരു ചിരട്ട കഷ്ണം അവളുടെ കയ്യിൽ, പകുതി ചിരട്ട അവളുടെ കയ്യിലുണ്ട്. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടൻസ്. അതിങ്ങനെ താഴ്ത്തി പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ അകത്ത് എന്താണെന്ന് അപ്പുവിനെ കാണിക്കാൻ വേണ്ടി അവൾ അതിങ്ങനെ താഴ്ത്തി പിടിച്ചു. ബട്ട് എന്താണ് അതിലുള്ളത്, ക്യാൻ യു സേ? യെസ്, സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. ഹായ്, എന്താ ഉള്ളത്, നല്ല അണ്ടിക്കൂടം കെട്ടുന്ന മുന്നല്ലേ, മൂക്കാത്ത നല്ല കണ്ണിമാങ്ങ ഇങ്ങനെ സ്ലൈസസ്. വാട്ട് ഇസ് മീൻ ബൈ സ്ലൈസസ്? അങ്ങനെ നീളത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ് അതിലുള്ളത്. ഹൈഷ്. പിന്നെയോ, ദെൻ ഇൻ ആൻ അണ്ടർടോൺ, എന്നിട്ട് പതുക്കെ പറയണേ, ഈസ് മാ ബാക്ക് ഫ്രം ദ ഗട്ട് യെറ്റ്. എന്താണ് ചോദിക്കുന്നത്, ഈസ് മാ ബാക്ക് ഫ്രം ദ ഗട്ട് യെറ്റ്. അമ്മ കുളിക്കടവിൽ നിന്ന് വന്നോ? നോ സെഡ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ്. ഇല്ല, വന്നിട്ടില്ല എന്ന് തലയാട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്? ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. ഐ വിൽ പിക്കിൾ ദിസ്. എന്നിട്ട് പറയാണ്, എന്താണ്, നിനക്ക് കുറച്ച് എണ്ണയും ഉപ്പും കൊണ്ടുതരാൻ പറ്റുമോ? വളരെ രഹസ്യം ചോദിക്കുകയാണ് അപ്പുവിനോട്, കൊണ്ടുതരാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവന്നാൽ ഞാനിത് നിനക്ക് അച്ചാറാക്കി തരാം, അച്ചാറുണ്ടാക്കി തരാം ഇതിനെക്കൊണ്ട് എന്ന് പറഞ്ഞു. That time Appu asked, where did you get them from Didi? Appu was delighted. അപ്പു ചോദിക്കുകയാണ്, എവിടുന്നാ ചേച്ചി ഇതൊക്കെ കിട്ടുക, അല്ലേ, എങ്ങനെയാണ് അത് കിട്ടുക, എവിടുന്നാ ചേച്ചിക്ക് ഇതൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. where did you get them from Didi? എവിടുന്നാ ചേച്ചിക്ക് ഈ മാങ്ങയൊക്കെ കിട്ടിയത് എന്നവൻ അറിയാനൊരു ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്. they were lying on the ground just under the സിന്ദൂർ കുണ്ടോ ട്രീ. എന്താ പറയുന്നത്, എവിടെയാണ്, പറമ്പിലെ സിന്ദൂർ കുന്തോ മരത്തിൻ്റെ അടിയിൽ നിന്നാണ് ഈ മാങ്ങ കിട്ടിയത്. അവിടെയുള്ള മാവിൽ നിന്നാണ് ഇത് വീണ് നിൽക്കുന്നത്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു. ഇപ്പം നിനക്ക് ഇതൊന്നും ചോദിക്കാനുള്ള സമയം, നിനക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൊണ്ടുതരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ബട്ട് മാ വിൽ ഗീവ് ഇറ്റ് ടു മീ if I bring down the oil pot from the shelf, replied Appu scared. എന്താണ്, എണ്ണപ്പാത്രം എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണാൽ അമ്മ എന്നെ തല്ലും എന്ന് അപ്പു പേടിയോടുകൂടി ദുർഗയോട് മറുപടി പറയാണ്. run and get it fast, it will be a while before she is back. she is gone to wash the clothes, hurry up. ഒന്ന് ഓടിച്ചെന്ന് വേഗം അതെടുത്തോ, അല്ലേ, അമ്മ വരാൻ കുറച്ച് സമയം വഴുകും, അമ്മ വരുന്നതിന് മുന്നേ വേഗം അതെടുത്തോ. അമ്മ തിരുമ്പാൻ വേണ്ടി പോയതല്ലേ, ഇതൊക്കെ അലക്കാൻ വേണ്ടി പോയതല്ലേ, വാഷ് ചെയ്യാൻ വേണ്ടി പോയതല്ലേ ക്ലോത്ത്സൊക്കെ, അപ്പോൾ കുറച്ച് സമയം എടുക്കും, നീ വേഗം ചെന്നിട്ട് അതൊക്കെ കൊണ്ട് വേഗം വാ, വേഗത്തിൽ സ്പീഡിൽ എന്ന് പറഞ്ഞു, ഹറിയപ്പ്, പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്, ദ ഷെൽ സെഡ് അപ്പു, ഗിവ് മീ ദ ഷെൽ, ഐ വിൽ പവർ ഇറ്റ് ഇൻ ടു ദ ഷെൽ, യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്. സെറ്റ് അപ്പു പറയുന്നത്, എനിക്ക് ആ ചിരട്ട കൊണ്ട് ഞാൻ അതിൽ ഉപ്പും വെളിച്ചെണ്ണ ഓയിലൊക്കെ കയ്യിലാക്കി കൊണ്ടുവരാം. നീ എവിടെ നിൽക്കണം, ചേച്ചി എവിടെ നിൽക്കണം, സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്. നീ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വാതിലിൻ്റെ പുറകുവശത്തുള്ള വാതിലിൻ്റെ അവിടെ അരികിൽ തന്നെ നിൽക്കണം
അമ്മ വരുന്നുണ്ടോ നോക്കി നിൽക്കണം. ഓക്കെ, മൈൻഡ് യു, ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ബെറ്റർ ബി കെയർഫുൾ, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. എന്ത് പറയണം, ഒന്ന് ഓർത്തോ, ഒരു തുള്ളി എണ്ണ പോലും തറയിൽ വീഴരുത്. ബി കെയർഫുൾ, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ്, യു ആർ സച്ച് എ ഗുഡ്, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും, അമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. നിന്നെ അല്ലെങ്കിലും ഒന്നിനും കൊള്ളില്ല എന്നല്ലേ, അല്ലെങ്കിൽ തന്നെ നീ ഒരു വിഡ്ഢിയാണ്, നിന്നെ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്, നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് നീ എന്ന് പറഞ്ഞ് അവനെ പറയാൻ, നീ ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് അവനെ പറഞ്ഞ് ദുർഗ റെഡിയാക്കി വെക്കുകയാണ്. വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്, ദുർഗ ടുക്ക് ദ കോക്കനട്ട് ഷെൽ from him and expertly got the mix of oil and salt into the mango slices. Here, put out your hand. അപ്പു തിരികെ വന്നപ്പോൾ, അപ്പു എപ്പം വീടിൻ്റെ പുറത്തേക്ക് വന്നു ആ സമയത്ത് എന്താണ്ടായത്, ദുർഗ took the coconut shell from him. ദുർഗ അവൻ്റെ കയ്യിൽ നിന്ന് ആ ചിരട്ട ഇങ്ങോട്ട് വാങ്ങി. and expertly got the mix of oil and salt into the mango slices. എന്നിട്ട് എന്താണ്ടായത്, ഓയിലും ഉപ്പും ഒക്കെ കൂടി ആ മാംഗോ സ്ലൈസ് മാങ്ങ കഷ്ണത്തിലേക്ക് എങ്ങനെ കൂട്ടി ആകെ തേച്ചു. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്, നിൻ്റെ കൈ കാണിക്കി, അതിലേക്ക് തരാം അല്ലേ, കൈ കാണിക്കി. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? ചേച്ചിയെ ബാക്കിയുള്ള എല്ലാ കഷ്ണവും നീ തന്നെ തിന്നാൻ പോവാണോ എന്നവൻ ചോദിച്ചു. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് us എ നൈസ് ചില്ലി? ഐ വിൽ ഗീവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. എന്നിട്ട് ചോദിക്കുകയാണ്, ബാക്കി നീ തിന്നാൻ പോകണമെന്ന് ചോദിച്ചല്ലോ. അപ്പം ദുർഗ പറയാണ്, എന്താ പറഞ്ഞത്, നിനക്ക് പോയി ഒരു മുളകും കൂടി കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഞാൻ കുറച്ചുകൂടി തരാം എന്ന് ദുർഗ പറയാണ്. ബട്ട് ഹൗ ഷാൽ ഐ ഗെറ്റ് ടു ദ ചില്ലീസ് ദീദി? അല്ലേ, പക്ഷെ ചേച്ചി എനിക്ക് എങ്ങനെയാണ് ഈ മുളകൊക്കെ കിട്ടുക? ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്. അതൊക്കെ ഷെൽഫിൻ്റെ മുകളിലത്തെ തട്ടിലാണ്. ഐ കാൺട്ട് ഈവൻ റീച്ച് ഇറ്റ്. എനിക്ക് അവിടേക്കൊന്നും എത്തില്ല, എത്ര ഞാൻ ഏന്തി വലിഞ്ഞ് നോക്കിയാലും എനിക്ക് അവിടേക്കൊന്നും എത്തില്ല എന്ന് അവൻ പറയാണ്. പിന്നെയോ, ഡോണ്ട് ബോദർ, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. നീ ടെൻഷൻ ആവണ്ട, അടുത്ത ദിവസം ഞാൻ നിനക്ക് കൂടുതൽ മാങ്ങകൾ കൊണ്ടുതരാം. എങ്ങനെ? യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്? ആ പോണ്ടിനടുത്ത്, കുളത്തിനടുത്തുള്ള മരം നിനക്കറിയില്ലേ, മാവ് അറിയില്ലേ? There's loads and loads of budding mangoes that will fall off in the afternoon sun. അവിടെ ഒരുപാട് മാങ്ങകളുണ്ട്. ഉച്ചയ്ക്കുള്ള സൂര്യൻ്റെ ചൂടേറ്റിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ നിറയെ മാങ്ങകൾ വീഴും. അപ്പം ഞാൻ നിനക്ക് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ കൊണ്ടുവരാം എന്ന് പറയാണ്. പിന്നെയോ, the back door opened with a sharp clang and Sarboja was heard calling out, "Durga, oh Durga." ആ സമയത്താണ് എന്ത്, പുറകിലെ വാതിലൊരു ശബ്ദം കേട്ടത്. എന്താണ്, അവരുടെ അമ്മ അല്ലേ, ദ മദർ റിട്ടേൺഡ് അല്ലേ, അമ്മ അവിടെ തിരിച്ചെത്തി. എന്താ അമ്മ വിളിക്കാൻ, ആരെ വിളിക്കണേ? ദുർഗ, ഓയ് ദുർഗ, ദുർഗയെ ഉറക്കെ വിളിക്കാണ് അല്ലേ. ദാറ്റ്സ് മാ കോളിങ്, ക്യുക്ക് ഗോ ആൻഡ് സീ വാട്ട്സ് അപ്പ്. വേഗം ചെന്ന് നോക്ക്, അമ്മ വിളിക്കുന്നു, അതാ അമ്മ വിളിക്കുന്നു, വേഗം പോയി എന്താണ് എന്ന് നോക്ക് എന്ന് പറയും. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ഹിയർ. നിൻ്റെ കയ്യിൽ നിൻ്റെ വായുള്ളതൊക്കെ ഒന്ന് വേഗം തിന്ന്, വേഗം കഴിക്കി. നോ വെയിറ്റ്, have got grains of salt all over your mouth, wipe them away first. നിൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് മുഖത്തൊക്കെ അതാ ഉപ്പ് ആകെ ഉണ്ട്, അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ട്, ആകെ പറ്റിയിരിക്കുന്ന ഉപ്പ് പൊടി അതൊക്കെ ആദ്യം തുടച്ച് കളഞ്ഞ് അമ്മേൻ്റെ അടുത്ത് പോ എന്ന് പറയാണ്. ദുർഗ heard her mother call out yet again. വീണ്ടും അമ്മ വിളിക്കുന്നത് അവൾ കേൾക്കുന്നു. But there was no way she could reply, for her mouth was quite full. പക്ഷെ അമ്മയോട് യെസ് മാ ഐ എം കമ്മിങ് അല്ലെങ്കിൽ ആ അമ്മയെ ഞാൻ വരാമെന്ന് പറയുന്ന അവൾക്ക് കഴിഞ്ഞു. കാരണം എന്താണ്, അവളുടെ വായ നിറയെ മാങ്ങയായിരുന്നു. She began furiously devouring the slices of pickled mango. എന്താണ്, അവളുടെ വായ നിറച്ചും മാങ്ങ ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, വേഗം ഇതൊക്കെ ചവയ്ക്കാവുന്ന സമയം അവൾ ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ വിഴുങ്ങിയിടാൻ തുടങ്ങി. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. എന്നിട്ട് എന്ത് ചെയ്തു, അവൾക്ക് ഉറപ്പാണ് ഇതിപ്പോഴൊന്നും കഴിയില്ല എന്ന് മനസ്സിലായി. അവൾ എന്ത് ചെയ്തു, വേഗം മിച്ചം വന്നതൊക്കെ കൂടി എടുത്തിട്ട് പ്ലാവിൻ്റെ പിറകിൽ പോയി അവിടെ പൊത്തുണ്ട്, അവർ
സ്ഥലമുണ്ട്, അവിടെ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് വായിൽ ബാക്കിയുള്ളതൊക്കെ വേഗം വിഴുങ്ങിയിടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പു stood beside her frantically swallowing his share, for there was no time to chew. അപ്പു അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്, ചവയ്ക്കാനൊന്നും സമയമില്ല. സ്വാലോയിങ് വിഴുങ്ങിയിടാനല്ല, ച്യൂ അല്ലേ, ചവച്ചരയ്ക്കാനൊന്നും സമയമില്ല. അപ്പോൾ അവർ എല്ലാം വിഴുങ്ങിയിടാണ്. ചേച്ചി അനിയനും കൂടി അതാണ് ഇപ്പോഴത്തെ പണി. ആസ് ഹി ate, he smiled a guilty smile at his sister. അവൻ തിന്നു കഴിഞ്ഞപ്പോൾ, അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവനൊരു ചിരി ഇല്ല, എന്തോ ഒരു കള്ളത്തരം പറ്റിച്ച പോലത്തെ ഒരു ചിരി ചേച്ചിനോട് അങ്ങനെ ചിരിച്ചു. You little monkey, she said to her brother. Why don't you wipe your face clean? There is salt all over your face even now. ഏയ് കുട്ടിക്കുറങ്ങ അല്ലേ, എന്താണ് വികൃതി ചക്ക, കുട്ടിക്കുറങ്ങ, എന്താണ് നീ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ വൃത്തിയാക്കാത്തത്, നിറച്ചവിടെ എന്തുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്, മുഖത്ത് നിറച്ച് ഉപ്പുപൊടി ഉണ്ട്, അതൊക്കെ ഒന്ന് വേഗം തുടച്ച് കളയേ എന്ന് പറയാണ്. ദെൻ പുട്ടിങ് ഓൺ എ മോസ്റ്റ് ഇന്നസെൻ്റ് എക്സ്പ്രഷൻ ഷീ എൻറ്റേർഡ് ദ ഹൗസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന ഭാവേന അല്ലേ, നമ്മൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ അല്ലേ, നമ്മളൊന്നും അറിയാത്ത പോലെ നിഷ്കളങ്കയായി അവൾ എന്ത് ചെയ്തു, വീടിൻ്റെ അടുത്തേക്ക് ചെന്നു. വാട്ട്സ് ഇറ്റ് മാ, ഷീ ആസ്ക്ഡ്. എന്താണമ്മേ, അതെന്താണമ്മേ എന്ന് ചോദിച്ചു. ആൻഡ് വെർ ഹാഡ് യു ഗോൺ എ വണ്ടറിങ്, മേ ഐ നോ, ആസ്ക്ഡ് സർബോജ. ആൻഡ് വെർ ഇസ് ദാറ്റ് മങ്കി ഗോൺ എന്നിട്ട് ചോദിക്കുകയാണ് അവളോട്. കുറേ സമയം വിളിക്കുന്നു, എവിടെയായിരുന്നു നീ ഇത്ര നേരം, എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, നീ എവിടേക്കോ എന്നെ പറ്റിച്ച് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് അമ്മ പറയാൻ, ആരോടെ പറയുന്നത്, യെസ് ദുർഗയോട് പറയണേ. എന്നിട്ട് ചോദിക്കണം, ആൻഡ് വേർ ഇസ് ദാറ്റ് മങ്കി ഗോൺ, എവിടെ പോയി ആ കുരങ്ങൻ, എവിടെ പോയി ആ കുട്ടിക്കുരങ്ങൻ, ആരായിരിക്കും, യെസ് അവർ അപ്പു. ഐ എം ഹംഗ്രി മാ, അനൗൺസ്ഡ് അപ്പു അപ്പിയറിങ് സഡൻലി. പെട്ടെന്നുകൊണ്ട് അപ്പു പറയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മേ എന്ന് പറയണം. നൗ ഹോൾഡ് ഓൺ, ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്, ഒന്ന് സമാധാനമായിട്ടിരിക്കും, ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്, ഞാനൊന്ന്, ബ്രീത്ത് മീൻസ് ഞാനൊന്ന് ശ്വാസം ഇട്ടോട്ടെ. ഓ ദുർഗ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ്, വിൽ യു, ഇറ്റ്സ് ബീൻ ലോയിങ് അവേ എന്ന് പറയണം. എന്താണ്ട്, ദുർഗ നീ ആ പശുക്കുട്ടിയെ ഒന്ന് പോയി നോക്ക്, അത് അവിടെയെല്ലാം ആകെ കരഞ്ഞും കൊണ്ട് നടക്കായിരിക്കും, ഒന്ന് പോയി നോക്ക് എന്ന് പറയണം. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children, Appu flopped down next to her. പിന്നെന്താ ഉണ്ടാവുന്നത്, a little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children. അമ്മ എന്ത് ചെയ്യണം, അമ്മ അടുക്കളയുടെ അവിടെ ഇരുന്നിട്ട് കത്തി കൊണ്ട് കുക്കുംബർ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കഴിക്കാൻ വേണ്ടി വെള്ളരിക്ക ഇങ്ങനെ ചെറുതാക്കി അരിയുന്ന സമയമാണ്, അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പു അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അതിനടുത്ത് അപ്പു ആകെ തളർന്നിരിക്കണമാതിരി അവിടെ ഇരുന്നു. എന്നിട്ട് പറയാണ്, മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദി കുക്കുംബർ, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത് ഹി സെറ്റ്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതായി പറയാണ് അമ്മയോട്, മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദി കുക്കുംബർ. ആ വെള്ളരിക്കേൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ അല്ലേ, ആ വെള്ള കളറും കുരുവൊക്കെ ശരിക്ക് കളയണം കേട്ടോ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത് ഹി സെഡ്, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ വായിൽ ഒട്ടിപ്പിടിക്കും എന്നപ്പോൾ പറഞ്ഞു. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, isn't there any more of the rice fry, ma? എന്താണ്, ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ. അവളുടെ കഷ്ണം കൈ കിട്ടാൻ വേണ്ടി അല്ലേ, വെള്ളരിക്ക കഷ്ണം കിട്ടാൻ വേണ്ടി അവൾ കൈ നീട്ടി. എന്നിട്ട് ചോദിക്കണം ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി. എന്നിട്ട് അമ്മയോട് വീണ്ടും ചോദിക്കണം, എന്താ ചോദിക്കുന്നത്, മടിയോട് കൂടിയാണ് ചോദിക്കണം, ഹെസിറ്റൻ്റ്ലി മടിയോട് ചോദിക്കണം, isn't there any more of the rice fry, ma? രാവിലെ ഉണ്ടാക്കി വെച്ച എന്താണ് ചോറ് അല്ലേ, ഇവിടെ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും, ചോറ് ഇരിപ്പുണ്ടോ അമ്മയെന്ന് ചോദിക്കാൻ. അപ്പോൾ അമ്മ പറയാം, ഓ ഇറ്റ്സ് ഇമ്പോസിബിൾ ഓൾ ദോസ് സ്റ്റാറ്റ് ആ സമയത്ത് പറയാണ്, ഓ ഇറ്റ്സ് ഇമ്പോസിബിൾ ഓൾ ദോസ് സ്റ്റാറ്റ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് ബിഗാൻ അപ്പു. ഹി സ്റ്റോപ്ഡ് abruptly when he saw Durga frowning and winking at him. പാവ നമ്മളുടെ അപ്പുലെ അറിയാതെ അല്ലേ എന്താ പറഞ്ഞത്, ഓ ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് നടക്കില്ല, ഓൾ ദോസ് സ്റ്റാറ്റ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. എന്താ പറഞ്ഞത്,
ആ മാങ്ങ തിന്നിട്ട് എൻ്റെ വായെല്ലാം പുളിപ്പായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ കഴിയില്ല എന്ന് ബിഗാൻ അപ്പു. അപ്പു അങ്ങോട്ട് തുടങ്ങി വെച്ചു. That time he stopped abruptly when he saw Durga frowning and winking at him. ആ സമയത്ത് എന്താണ്, അവൻ പെട്ടെന്ന് നിർത്തി. കാരണം ദുർഗ അവനെ നോക്കി കണ്ണുറ്റും കണ്ണടക്കിയൊക്കെ ഇങ്ങനെ അല്ലേ പറയല്ലേ എന്നുള്ള രീതിയിൽ കള്ളത്തരം കാണിക്കുന്ന രീതിയിൽ കണ്ണിറുക്കും കണ്ണിങ്ങനെ ഉരുട്ടൊക്കെ ചെയ്തപ്പം അവൻ പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞത് പെട്ടെന്ന് നിർത്തി. That time the mother asked, എന്താ അമ്മ ചോദിച്ചത്? Where did you get mangoes from? asked his mother. എവിടെ നിന്നാണ് നിങ്ങൾക്ക് മാങ്ങ കിട്ടിയത്? അമ്മ ചോദിച്ചു. അപ്പു was afraid to tell the truth. He looked questioningly at his sister, wondering what to reply. അപ്പു ആകെ പേടിച്ചില്ലേ, സത്യം പറയാൻ വയ്യ, എന്ത് ചെയ്യും? ഹി ലുക്ഡ് ക്വസ്റ്റ്യനിങ്, എന്ത് ചെയ്യും ചേച്ചി എന്നുള്ള രീതിയിൽ അവൻ അവൻ്റെ ചേച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി. Saboja turned to her daughter and demanded, "So you would gone out again?" Durga paled, asking him, "I was just there by the jackfruit tree. And then just as you called." എന്നിട്ട് പറയാം, നീ വീണ്ടും പുറത്തേക്ക് പോയല്ലേ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? സബോജ ടേൺ ടു ഹെർ ഡോട്ടർ ആൻഡ് ഡിമാൻഡഡ്, "സോ യു വുഡ് ഗോൺ ഔട്ട് അഗെയിൻ?" ഓ, അപ്പം നീ വീണ്ടും പുറത്തേക്ക് പോയല്ലേ എന്ന് ചോദിക്കുകയാണ്. ദുർഗ പേട്, ദുർഗ ആകെ പേടിച്ചു വിളറി. എന്നിട്ട് പറയാം, ആസ്ക് ഹിം, അവനോട് ചോദിച്ചു നോക്കൂ, അപ്പുവിനോട് ചോദിക്കൂ. "ഐ വാസ് ജസ്റ്റ് ദർ ബൈ ദ ജാക്ക്ഫ്രൂട്ട് ട്രീ ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ്." അല്ലേ, ഞാൻ ആ പ്ലാവിൻ്റെ അടുത്ത് വരെ പോയിട്ടുള്ളൂ. അമ്മ വിളിച്ചപ്പോഴേക്കും തിരിച്ചു വരും ചെയ്തില്ലേ, അവിടെ വരെ ഞാൻ പ്ലാവിൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. പിന്നെ അമ്മ വിളിച്ചപ്പോൾ വേഗം വരും ചെയ്തു. Fortunately, the conversation was cut short by the entry of the milk woman Shorno. She had come to milk their cow. "Go catch the calf," said Sarboja to her daughter. ഭാഗ്യത്തിന് എന്ത് ചെയ്തു, അവിടെ പാലുകാരി വന്നു അല്ലേ. പെട്ടെന്ന് അവരുടെ സംഭാഷണം അവിടെ നിന്നു. എന്താ കാരണം? ബൈ ദ എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷോർണോ, അവരുടെ പാൽക്കാരി അവിടെ വന്നു. അവരുടെ പശുവിനെ കറക്കാൻ വേണ്ടി പാൽക്കാരി അവിടെ വന്നപ്പം അമ്മയും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ അവിടെ അവിടെ അവസാനിച്ചു. She had come to milk their cow. "Go and catch the calf," said Sarboja to her daughter. ദുർഗയോട് പറഞ്ഞു, സർബോജ പോയിട്ട് പശുവിനെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പു followed his sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. "You wretch, Mangi!" She made faces at him and mimicked him. "All those tattoo mangoes have set my teeth on edge, Dumbo. No brains at all." അല്ലേ, അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ക്ഡ്. എന്താണ്, അപ്പു ചേച്ചിയെ പിന്നാലെ പോവാണ്, ഇതിന് പശുവിനെ കറക്കുന്നത് കാണാനായി അവൻ പിന്നാലെ പോവാണ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ ഔട്ടർ കോർട്ട്യാർഡ്, പുറത്ത് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയതും ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. ദുർഗ അവൻ്റെ പുറത്തിനിട്ടൊരു ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? "യു റച്ച് മങ്കി, കൊരങ്ങ കൊട്ട." ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. അവനങ്ങനെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞ രീതിയിൽ അവൻ പറഞ്ഞല്ലോ, അമ്മേനോട് എൻ്റെ പല്ലിലൊക്കെ വാങ്ങുന്നൊരു പല്ലാകെ പുളിപ്പാണ് പറയല്ലേ, അതേ രീതിയിൽ. "ഓൾ ദോസ് ടാറ്റ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്." അല്ലേ, പല്ല് എന്താണ്, എൻ്റെ പല്ല് മാങ്ങ കഴിച്ച് പല്ലൊക്കെ ആകെ വായെല്ലാം പുളിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട പറയല്ലേ. "ഡംബോ, നോ ബ്രെയിൻസ് അറ്റ് ഓൾ, വിഡി, ഒരു വിവരവുമില്ലേ നിനക്ക്" എന്ന് പറയാണ്. This is our story. Did you like the story? Can you say who are the main characters? Yes, Apu, Durga, and also their mom Sarboja. Okay, so you liked it. Now I am going to give you an activity. The first activity is read the story and complete activity 1. All of you complete activity 1. Page number 31 in our textbook. There we can see a table is there. അവിടെ ഒരു കോളം കൊടുത്തേ കാണാം. In that table there were many dialogues taken from the story. ഈ സ്റ്റോറിയിലുള്ള ഒരുപാട് ഡയലോഗുകളും കൊടുത്തേ കാണാം. So can you say what is the work? Yes,
Then we can see speaker, the column speaker എന്നുള്ള ആ കോളത്തിന് താഴേക്കൊക്കെ ബ്ലാങ്ക് ആണ്, അവിടെ കൊഴിഞ്ഞു കിടക്കാണ്. So we want to complete that columns. How? Yes, we have to identify the speakers. Yes, for example, the first one is Ma back from the gut yet? അവിടെ ഒരു ഡയലോഗ് ആണല്ലേ, അമ്മ ഇതുവരെ കൊളക്കടവിൽ നിന്ന് വന്നില്ലേ? Can you say who is the speaker? Yes, ദുർഗ ചോദിക്കുകയാണല്ലേ, അമ്മ കുളക്കടവിൽ നിന്ന് എങ്ങാനും വന്നോ വന്നില്ലേ എന്ന് ദുർഗ ചോദിക്കുന്നു. അപ്പം നമുക്ക് സ്പീക്കർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ദുർഗ. ഓക്കെ, likewise you have to complete the table. That is the first activity. And the second activity is you have to read the story and post an audio clip of your reading. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ ഒരു സ്റ്റോറിയിൽ, ഈ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലിടുക. ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? ആസ് യൂഷ്വൽ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് എന്ത്? യെസ്, റൈറ്റ് ദ ന്യൂ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഓൾസോ. ആർ യു ക്ലിയർ? സംശയമില്ലല്ലോ. ഈ പാഠം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. നന്നായി ആസ്വദിച്ച് വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. Do you like the story? Okay. Now we are going to write down the new words. So you please take your notebook and write down each and every new words in your notebook and try to find out its meanings also. Now I am going to give you the activity. Activity 1. You have read the story Making a Mango Pickle. Haven't you? Yes. Here you have to see. Here is a table. In this table there are some dialogues taken from the story. Can you identify who are the speakers? This is our activity. കണ്ടോ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തേ കാണാം, അവിടെ കുറച്ച് ഡയലോഗ്സ് കാണാം. ഫസ്റ്റ് വൺ is Ma back from the gut yet? Who is the speaker? Can you guess? Okay, then try to write the name of all speakers. Okay, thank you.